ഹലോ ഗായ്സ്, നമ്മളിന്ന് വീട്ടിൽ ചൊറിയും കുത്തി ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ബെർലിനിൽ കൈറ്റ് ഫെസ്റ്റിവലാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അടുത്ത ട്രെയിൻ പിടിച്ച് അത് കാണാനായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് പലതരത്തിലുള്ള പട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാരച്യൂട്ടും പോകുന്നുണ്ട്. പിന്നെ ഒന്നാമത്തേത് പറഞ്ഞാൽ ഇന്ന് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ആൾക്കാരെല്ലാം ഇന്ന് പുറത്തുണ്ട്. ഇവിടെ നമുക്ക് പല വലുപ്പത്തിലുള്ള പല തരത്തിലുള്ള വട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും മറ്റേ കാർട്ടൂൺ തരത്തിലുള്ള പിള്ളേർക്കുള്ള ടൈപ്പ് വട്ടങ്ങൾ നമുക്കിവിടെ കാണാം. നല്ല തിരക്കുണ്ട്, നടക്കാൻ പോലും പറ്റാത്ത തിരക്കാണ്. കടകളും കാര്യങ്ങളും കാണാൻ പറ്റും. ഏകദേശം നമ്മളെ നാട്ടിലെ ഉത്സവ പറമ്പ് പോലെയാണ് ഇവിടുത്തെ ഫീല്. ആകാശത്ത് ഫുള്ള് പട്ടവും ചുറ്റും പാട്ടും. പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഇവിടെ കാണുന്നത്. ഒരു കോഴിയൊക്കെ കാണാൻ പറ്റും. നമുക്കിവിടെ ഞണ്ടിൻ്റെയൊക്കെ പട്ടം കാണാൻ പറ്റും. അത് സംഭവം പറക്കൽ കഴിഞ്ഞ് താഴെ ഇറത്തിയിട്ടുണ്ട്. ബാക്കി ഈ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ബെർലിനിലെ പഴയ എയർപോർട്ട് ഗ്രൗണ്ടിലാണ്. പക്ഷെ അതിപ്പം വർക്കിംഗ് അല്ല, അത് ഇപ്പം പ്ലേ ഗ്രൗണ്ടായിട്ടും മറ്റു പല കാര്യങ്ങൾക്കാണ് ഇവിടുത്തെ ഗവൺമെൻറ് അതിപ്പോൾ ഉപയോഗിക്കുന്നത്. പഴയ എയർപോർട്ടിൻ്റെ എൻട്രി എക്സിറ്റാണ് നമ്മളാ കാണുന്നത്. കോഴി ഇപ്പോഴും അവിടെ പറക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീടിൻ്റെ ഇപ്പുറം കുറേ എന്തോ ഒരു ഐറ്റം ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അങ്ങറ്റം വരെ ഉണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് അങ്ങ് വരെ പോകാനുള്ള ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. നല്ല ആളുള്ളതുകൊണ്ട് നടന്നങ്ങ് എത്തത്തില്ല, അതാണ് സീൻ. നമുക്കങ്ങ് ദൂരെ നമ്മളെല്ലാവരും ഫേവറേറ്റ് ആയ ടോമും ജെറി നമുക്ക് പറക്കുന്ന കാണാം. അത് അടിപൊളിയാണ്. ജെറി ഏകദേശം ലാൻഡ് ആയിട്ടുണ്ട്. ടോം ലാൻഡ് ചെയ്യാനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇപ്പുറമായിട്ട് നമുക്ക് പണ്ടത്തെ നിമോ ഫിഷ് കാണാൻ പറ്റും കാർട്ടൂണിൽ. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ 4 ചുറ്റും ബാരിയർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കടക്കുന്ന സീനാണ്. അതുമല്ല നമുക്കവിടെ സെക്യൂരിറ്റിയെ കാണാം. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അകത്ത് പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. ഇന്നത്തെ കടയിൽ നമുക്ക് പലതരത്തിലുള്ള പട്ടം വാങ്ങാൻ കിട്ടും. പല വിലയ്ക്കുണ്ട്. 10 യൂറോ, 20 യൂറോ, 15 യൂറോ. നമ്മളങ്ങനെ ഒരു പട്ടം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറന്ന് നോക്കാം. വർക്കൗട്ട് ആവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം.
നമ്മളിപ്പോൾ നടക്കുന്നത് ബെർലിനിലെ പഴയ എയർപോർട്ടിൻ്റെ റൺവേ കൂടെയാണ്. ഏകദേശം സൂര്യനൊക്കെ പോയി തുടങ്ങി. അതുപോലെ ആൾക്കാരെല്ലാം പയ്യെ പയ്യെ പോകുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും പട്ടത്തിൻ്റെ എണ്ണത്തൊക്കെ കുറഞ്ഞു. ആൾക്കാരെല്ലാം പോകുന്നുണ്ടായിരിക്കണം. പാപ്പനൊക്കെ പട്ടമൊക്കെ മടക്കി വെച്ച് പോവുകയാണ്. കുറേ ആൾക്കാരൊക്കെ പട്ടമൊക്കെ കണ്ട് ഉറക്കമായി. ഇവിടെ ഒരു അപ്പാപ്പൻ ചില്ലായിട്ട് 2 പട്ടമൊക്കെ പറത്തുന്നുണ്ടാവും. ഈ പട്ടത്തിൻ്റെ മുതലാളിയാണ് ഇരിക്കുന്ന അപ്പാപ്പൻ. നമ്മളങ്ങനെ ഇവിടെ തന്നെ മോമോസിൻ്റെ കടയുണ്ട്. ഞാൻ അത് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട്. അവിടെ സാധനം ഉണ്ടോ? 10 യൂറോ. അങ്ങനെ നമ്മൾ നല്ല ചൂട് മോമോസ് വാങ്ങിയിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബെർലിനിലെ കൈറ്റ് ഫെസ്റ്റിവൽ എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാओ.